ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇത് ആദ്യമായിട്ടൊന്നും ഇവിടെ പൊടിച്ചു വളർന്നതൊന്നും അല്ല. ഇത് നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു. അന്നൊക്കെ കാലാകാലങ്ങളിൽ CPM-നെയാണ് ആ പാർട്ടി പിന്തുണച്ചിരുന്നത്. 2009 മുതലുള്ള കഥ ഓർമ്മയുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 18 മണ്ഡലങ്ങളിൽ ജമായത്തെ ഇസ്ലാമി LDF-ന് വോട്ട് ചെയ്തു. പിന്നീട് 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിൽ 128 മണ്ഡലങ്ങളിൽ അവര് CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക്, LDF-ന്റെ സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തത്. അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നത് CPM-ന് പുത്തിരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുൽ നാസർ മദനി, അദ്ദേഹത്തിന്റെ PDP, അവരെത്രയോ കാലം എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ശംഖുമുഖത്തൊരു ചടങ്ങിൽ പിണറായി വിജയൻ അദ്ദേഹവുമായി വേദി പങ്കിട്ടിട്ടില്ലേ? കുവൈറ്റ് യുദ്ധകാലത്ത് എന്താണ് EMS ചെയ്തത്? സദ്ദാം ഹുസൈനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും അതുവഴി മുസ്ലിം വോട്ടുകൾ വാങ്ങിച്ചു കൂട്ടാൻ ശ്രമം നടത്തുകയും ചെയ്തില്ലേ? ഈ യുദ്ധത്തിൽ ഞങ്ങള് സദ്ദാം ഹുസൈനൊപ്പമാണ്, നിങ്ങളോ എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചില്ലേ? അഖിലേന്ത്യാ ലീഗുമായിട്ട് അവര് ഐക്യത്തിലായിരുന്നില്ലേ? മുന്നണിയില് ഭാഗമായിരുന്നില്ലേ? ഇപ്പൊ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി CPM-നും പിണറായി വിജയനും ഹറാമായിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണെന്നുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുവഴി മൃദു ഹിന്ദുത്വയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന ഹിന്ദു വോട്ടർമാരുടെ വോട്ട് നേടിയെടുക്കണം. അതിന് ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങ് വാദിച്ചതാ. അവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി, കാശ്മീരിന്റെ സ്വയംഭരണാവകാശത്തിന് വേണ്ടി വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം മിണ്ടാതിരിക്കുക. അത് തിരിച്ചടിച്ചെന്ന് മനസ്സിലായി. അപ്പം ഹിന്ദു വർഗീയതയെ കൂട്ടുപിടിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം എന്ന നിലയിലാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസും ജമായത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമായത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ തന്നെ പലവട്ടം പറയുന്നു, ഞങ്ങൾ ഇത്രയും കാലം പിന്തുണച്ചത് സഖാക്കളെ നിങ്ങളെയാണെന്ന്. പിണറായി വിജയൻ തന്നെ സമ്മതിക്കുന്നു, അദ്ദേഹത്തിന്റെ ബൈറ്റുണ്ട്. ജമായത്തെ ഇസ്ലാമിയുടെയും PDP-യുടെയും ഒക്കെ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ ഇത് ആരെ ബോധിപ്പിക്കാനാണ്, ആരെ പറ്റിക്കാനാണ് ഈ വെള്ളാപ്പള്ളി നടേശനെയും AK ബാലനെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഇത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലൻ ഈ പ്രസംഗം നടത്തിയതാണ്. അതായത് പിണറായി വിജയന്റെ മറ്റും അറിവോടെ. അല്ല സതീശ, ഈ പാർട്ടി എന്ന് പറയുമ്പോഴേ ഈ കേന്ദ്ര പാർട്ടിയെ നിങ്ങൾ ദയവ് ചെയ്ത് ചിത്രത്തിൽ കൊണ്ടുവരരുതേ. അവർക്ക് ഇവിടെ ഒരു റോളും ഇല്ല. നമ്മുടെ MAB വിഭാഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് കേരളത്തിന് ഒരു റോളും ഇല്ലെന്ന് വെറുതെ പാർട്ടിയുടെ അറിവോടൊന്നും പറയരുത്. പിണറായിയുടെ അറിവോടെന്ന് പറഞ്ഞു. അതായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പച്ചക്കൊടി ഇതുപോലൊരു പ്രസംഗത്തിൽ ലഭിച്ചിട്ടുണ്ടാവണം. കാരണം അദ്ദേഹം ഇപ്പോഴ് 110 സീറ്റ് എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിരിക്കുക. ചേട്ടാ, കോൺഗ്രസ്സുകാര് UDF-കാര് 100 എന്ന് പറയുമ്പോൾ ഒരു 10 കൂടുതൽ നമ്മൾ പറയണ്ടായോ? നമുക്ക് കോൺഗ്രസിനേക്കാൾ UDF-നേക്കാൾ താഴെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ 110 എന്ന ഒരു ലക്ഷ്യം CPM-ന്, പ്രത്യേകിച്ച് പിണറായി വിജയൻ വരുന്നത്. അത് CPM-നുണ്ടോ LDF-നുണ്ടോ? ഈ മന്ത്രിസഭയിൽ അദ്ദേഹം ചർച്ച നടത്തിയ ഇത് സംബന്ധിച്ച് 4-5 മണിക്കൂറുകൾ ചർച്ച നടത്തുന്നൊക്കെ പറയുന്നുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിമാർക്കുണ്ടോ? അതൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ VD സതീശനും കൂട്ടരും 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 110 പറഞ്ഞേ പറ്റൂ, കട്ടായം. അല്ലെങ്കിൽ തന്നെ സതീശിനിയുടെ അഹമ്മതി വളരെ കൂടുതലാണെന്നേ. നമ്മൾ പലവട്ടം ഒന്ന് പിടിക്കാൻ നോക്കിയതാ, നമ്മളൊന്ന് പേടിപ്പിച്ചു നോക്കിയതാ. അയാൾ ഒട്ടും പേടിക്കുന്നില്ലെന്നേ. ഈ പുനർജനിന്ന് പറഞ്ഞൊരു കേസ് കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ CBIക്ക് വിടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയുന്നത് വിട്ടോളാനാ പറയുന്നത്. അങ്ങനെ ഒരുമാതിരി ഒരു ഒടക്ക സ്വഭാവമായിട്ട് നിൽക്കുകയാണ് VD സതീശനൊക്കെ. അപ്പൊ അവര് 100 എന്ന് പറയുമ്പോൾ നമുക്ക് 110 എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്നലെ ഈ നിയമസഭാ പുസ്തകോത്സവത്തിന്റെ വേദിയെ കണ്ടുമുട്ടിയപ്പോഴും ആ നെഗളിപ്പ് പ്രതിപക്ഷ നേതാവിന്റെ മുഖത്തുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ എന്തോ CBI അന്വേഷണം കൊണ്ടുവന്ന് എന്തോ ആക്കിക്കളയുന്നത് പേടിപ്പിക്കുകയാണല്ലോ, എന്നാ ആക്കിക്കോ എന്നുള്ള ഒരു ചിന്ത ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. അത് മനസ്സിലായി കേട്ടോ, നമുക്കൊക്കെ അത് മനസ്സിലായതാ. അങ്ങനെയുള്ള VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ 100 എന്ന് പറഞ്ഞാല് നമ്മൾ 110 പറയും. പിന്നെ പിണറായി വിജയൻ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമുക്കത് ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ. അത് 110 അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. പിണറായി സഖാവാ പറയുന്നത്. അതിൽ ഒരെണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല. പല വഴിക്ക് നോക്കി, സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല. എല്ലാവരും ഈ ഗവൺമെന്റ് ബെസ്റ്റ് ഗവൺമെന്റ് എന്നാ പറയുന്നത്, ഫസ്റ്റ് ഗവൺമെന്റ് എന്നാ പറയുന്നത്. ആർക്കും ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച, അതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ആരാ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? ഇവിടെ വലിയ പാട്ടം പാടിക്കൊണ്ട് നടന്നതാണല്ലോ പോറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. പിന്നെ അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ പഴയ മന്ത്രി ആന്റണി രാജു അടിവസ്ത്രം, ഈ ജട്ടി കിട്ടി എന്നൊക്കെ പറയുന്ന ഒരു ബോറ, അതുകൊണ്ടായി അടിവസ്ത്രം എന്ന് പറഞ്ഞത്. അടിവസ്ത്രം
തയ്ച്ച് ചെറുതാക്കിയ കേസ്, അതും പാടിക്കൊണ്ട് നടക്കുക വേറെ ചിലര്. പിന്നെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗം. അങ്ങനെ പൊതുവെ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ അനുകൂലമായിട്ട് നിൽക്കുക. എന്നിട്ട് ഒരു 110 അങ്ങോട്ട് തികയുന്നില്ല. അതുകൊണ്ടാണ് ജമായത്തെ ഇസ്ലാമിയെ പിടിച്ചിട്ട് ആ 111 തികയ്ക്കാമെന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ BJPക്കാര് കുറച്ചുകൂടെ റീസണബിൾ ആണ് കേട്ടോ. അവർ ഈ 100 110 ഒന്നും പറയത്തില്ല. അവരൊരു 35 സീറ്റ് കിട്ടിയാൽ ഭരിച്ചുകളയും എന്നൊക്കെ പറയും. ഇത്തവണ ഒരു 5 സീറ്റൂടെ കൂട്ടി പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഒരു 40 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിച്ചോളാം. അതാ പറഞ്ഞത്. BJPക്കാർ റീസണബിളാണ്, യുക്തിബോധം ഉള്ളവരാ. ഈ പറഞ്ഞത് സതീശൻ പറഞ്ഞത് നേരാവാനുള്ള ഒരു സാധ്യത, അതാണ് ഒന്നാമത്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, പിണറായി വിജയന്റെ നേതൃത്വത്തില് ഈ പാർട്ടി 3ാം തവണ അധികാരത്തിൽ വന്നാല് പിന്നെ ഈ പാർട്ടി ഇല്ലാതാവാൻ ഏറെ സമയമൊന്നും വേണ്ടി വരില്ല എന്നൊരു തോന്നലിൽ നിന്ന് മനഃപൂർവ്വം നമ്മുടെ ബാലസഖാവും കൂട്ടരും പറയുന്നതാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം അത് ബാലസഖാവിന് മാത്രമല്ല, എല്ലാവർക്കും അറിയാം, പാർട്ടിയിലുള്ളവർക്കറിയാം, പാർട്ടിക്ക് പുറത്തുള്ളവർക്കറിയാം. ഒരിക്കൽ കൂടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഈ CPM എന്ന് പറയുന്ന പാർട്ടി പിന്നെ ഉണ്ടാവില്ല. പിന്നീടത് കോൺഗ്രസും BJPയും തമ്മിലൊരു തായങ്കളിയായിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അഭ്യാസമാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ 2 സാധ്യതകളിൽ ഒന്നാണ് അതിന്റെ ശരിയായ വശം. പണ്ടൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏകദിശാമുഖമായ ഒരു കാഴ്ചപ്പാടാണ് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. പാർട്ടിക്ക് ഒരേ ഒരു നിലപാട്. അത് നയപരമായ കാര്യങ്ങളിലാണെങ്കിലും അടവ് സംബന്ധമായ വിഷയങ്ങളിലാണെങ്കിലും പാർട്ടി എന്നും ഒരു നിലപാട്, അത് മാത്രമാണ് പുറത്തു പറയുക. അതനുസരിച്ചാണ് പാർട്ടി മുന്നോട്ട് പോവുക. തർക്കമുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞോണം, അവിടെ തീരുമാനിച്ചാൽ പിന്നെ പുറത്ത് അക്ഷരം മിണ്ടിയേക്കരുത്. അതായിരുന്നു CPM-ന്റെ രീതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒക്കെ രീതി അതാണ്. പക്ഷെ ഇപ്പൊ വന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും സംസ്ഥാന നേതൃത്വത്തിന് ഒരു അധികാരമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പണ്ടൊക്കെ എങ്ങനെയാണ്? CPM-ന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഈ മാപ്രകൾ ഓരോന്ന് പറയും. അയാൾ ഇവിടെ മത്സരിക്കും, ഇയാൾ അവിടെ മത്സരിക്കും, മറ്റേ പുള്ളിക്കാരൻ അവിടെ മത്സരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ്. തെരഞ്ഞെടുപ്പ് അങ്ങോട്ടായി ഒരു 1-2 മാസം ശേഷിക്കുന്ന സമയത്ത് എല്ലാ മാപ്രകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളാരും ശ്രദ്ധിക്കാറുമില്ല. പാർട്ടി അക്കാര്യം ഒട്ടും വിലക്കെടുക്കാറില്ല, അതാണ് സത്യം. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുക, ആറന്മുള നിയോജകമണ്ഡലത്തില് മന്ത്രി വീണ ജോർജും കോന്നിയില് ജനീഷ് കുമാറും മത്സരിക്കുമെന്ന്. അങ്ങനെ ഒരു ആര് പറഞ്ഞു ഇവർ രണ്ടുപേരെ മത്സരിക്കുന്നെന്ന്? പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടോ ഇവരെ മത്സരിപ്പിക്കാൻ? നമ്മുടെ ഇടുക്കിയിലെ മണിയാശാൻ, അദ്ദേഹം മത്സരിക്കുന്ന അവിടുത്തെ പാർട്ടി അങ്ങ് പറയുക. അവിടുത്തെ പാർട്ടിയെ അങ്ങനെ ആരെങ്കിലും കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലയോ? തിരുവനന്തപുരത്താണ് നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ. അണ്ണനെ പോലൊരു കമ്മ്യൂണിസ്റ്റിനെ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കിട്ടത്തില്ല, അത്രയ്ക്ക് ഉശിരനാ. ആ അണ്ണൻ പറയുന്നു ഞാൻ ഇത്തവണ നിയമത്ത് മത്സരിക്കാൻ ഇല്ലെന്ന്. പിന്നെ തിരുത്തി. പാർട്ടി പറഞ്ഞാൽ പിന്നെ തിരുത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ തിരുത്തി. പക്ഷെ മത്സരിക്കാൻ താല്പര്യമില്ല നിയമത്ത്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ. പാർട്ടിയുടെ തീരുമാനം പറയുന്നതിന് മുമ്പ് താഴെയുള്ളവര് അവരവരുടെ അഭിപ്രായങ്ങളെന്ന് എഴുന്നള്ളിക്കുക. എന്തൊരു കോലം കെട്ട കാലമായത്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ വർഗീയത എന്ന് പറയുന്നത് വിറ്റ് കാശാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂച്ച വെളുത്തതായാലും കറുത്തതായാലും എലിയെ പിടിക്കണം, അതായത് വോട്ട് നേടിത്തരണം. നമ്മൾ പറയുന്ന വർഗീയത ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും 10 വോട്ട് കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം.